ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വീടിൻ്റെ അകത്ത് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ വീട് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം പുറത്ത് നമ്മൾ ഗേറ്റിൻ്റെ അടുത്തായിട്ട് നമ്മൾ മീറ്റർ ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പെട്ടെന്ന് റീഡിങ് കാര്യങ്ങൾ വരുന്നവർക്ക് നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് കിയോസ്കി കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കിയോസ്കി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മീറ്റർ വരുന്നത്, അതായത് നമ്മുടെ KSEBിയിൽ വരുന്ന മീറ്റർ വരുന്നത് നമ്മൾ പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ഒരു ക്യാബിൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ കിയോസ്കി സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. അവിടെ നിന്ന് UG കേബിൾ വഴിയായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നേരെ നമ്മൾ ഈ പറയുന്ന DB നമ്മുടെ വീടിൻ്റെ അകത്തുള്ള DBയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ കിയോസ്കിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കിയോസ്കി കൊടുത്ത് ആദ്യമേ തന്നെ നമ്മൾ കോൺക്രീറ്റിലാണ് എവിടെയാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് പുറത്ത് നമുക്ക് ഗേറ്റിൻ്റെ അടുത്താണെങ്കിൽ അവിടെ നമുക്ക് ഒരു കോൺക്രീറ്റ് കാര്യങ്ങളിൽ ഈ കിയോസ്കിയുടെ സ്റ്റാൻഡ് കണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. 4 സ്റ്റാൻഡിൽ എല്ലാം തന്നെ കോൺക്രീറ്റിൽ ഉറപ്പിച്ചതിന് ശേഷം അതിലൂടെ കേബിൾ നമ്മൾ നേരെ താഴെ നിന്നാണ് അതിൻ്റെ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് കിയോസ്കി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ മീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ, താഴെ വരുന്ന ക്യാബിൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 3 ഫേസ് കണക്ഷനോ സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ 3 ഫേസ് വരുന്ന സമയത്ത് 3 ഫീസ് യൂണിറ്റ് വേണമെങ്കിൽ നമുക്കൊരു ഐസൊലേറ്റർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഈ എർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും കിയോസ്കിക്ക് സെപ്പറേറ്റ് ഒരു എർത്ത് കൂടി നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ എർത്ത് കൊടുക്കുന്ന പോലെ തന്നെ വീടിൻ്റെ എർത്ത് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കിയോസ്കിയും എർത്ത് ചെയ്തു. അതിനുശേഷം നേരെ വരുന്നത് നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3 ഫേസ് കണക്ഷനാണ്. 3 ഫേസ് കണക്ഷൻ നേരെ നമ്മുടെ പോസ്റ്റിൽ നിന്ന് നേരെ വന്നതിന് ശേഷം ഒരു സെപ്പറേറ്റ് പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നേരെ വന്നിരിക്കുന്നത് നമ്മുടെ കിയോസ്കിയുടെ അകത്ത് വരുന്ന ഫ്യൂസ് യൂണിറ്റിലേക്കാണ്. ഏറ്റവും ആദ്യം മീറ്ററിലേക്ക് വന്നു. മീറ്ററിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ മീറ്റർ ബോക്സിൽ നിന്നും ഏറ്റവും ആദ്യം നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് KSEBിയിൽ കണക്ഷൻ കൊടുക്കുന്നത് മീറ്ററിലേക്കാണ്. അവിടെ നിന്ന് നേരെ വരുന്നത് ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരുന്നത്. ഈ 3 ഫ്യൂസ് യൂണിറ്റും പിന്നെ ഒരു ന്യൂട്രൽ ലിങ്ക് കൂടി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഒരു ഐസൊലേറ്റർ ഉണ്ടാവും. ഐസൊലേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മീറ്ററിൽ നിന്ന് നേരെ വരുന്ന ഫ്യൂസ് യൂണിറ്റിലേക്ക് 3 ഫേസിന് RYB എന്ന് പറയുന്ന 3 ഫേസിനും സെപ്പറേറ്റ് ഫ്യൂസ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 415 വോൾട്ട് വരുന്ന 61 ആംസിൻ്റെ അല്ലെങ്കിൽ 32 ആംസ് വരാവുന്ന രീതിയിലുള്ള 415 വോൾട്ട് വരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂസ് യൂണിറ്റ് കൊടുത്തു. അതിനുശേഷം 100 ആംപിയർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു ന്യൂട്രൽ ലിങ്ക് കൂടി കൊടുത്തു. പിന്നെ ഒരു ഐസൊലേറ്ററാണ് കൊടുത്തത്. 4 പോൾ ഐസൊലേറ്റർ കൊടുത്തു. പെട്ടെന്നെങ്കിലും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഐസൊലേറ്റർ വഴിയായിട്ടാണ് നേരെ നമ്മുടെ വീടിൻ്റെ അകത്തേക്കുള്ള കേബിളിലേക്ക് പോകുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ആദ്യമേ നിന്ന് ഫ്യൂസ് യൂണിറ്റിലേക്ക് നേരെ മീറ്ററിൽ നിന്ന് വന്നു. അതിൽ നിന്ന് ഫ്യൂസ് യൂണിറ്റിൻ്റെ ഔട്ട് നേരെ വന്ന് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്ന് നേരെ കേബിൾ വഴി നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കിയോസ്കിൽ ചെയ്യേണ്ടത്. നേരെ മുകളിലുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ എനർജി മീറ്ററാണ് വരുന്നത്. എനർജി മീറ്റർ സെപ്പറേറ്റ് മുകളിലേക്ക് ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിയോസ്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറാതെയും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചരിയാതെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് കിയോസ്കി ഉറപ്പിക്കുക. അതുമാത്രമല്ല സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കിയോസ്കി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ലെവൽ ചെയ്തിരിക്കുന്ന കിയോസ്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കിയോസ്കികൾ നമുക്ക് ഇതുപോലെ തന്നെ റെഡിമെയ്ഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കിയോസ്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് കണക്ഷൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് കൂടാതെ തന്നെ ചാനലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.